ഓണാഘോഷം എന്ന് പറയുമ്പോൾ ആത്യന്തികമായി അത് പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഓരോ ഇടങ്ങളിലും അതിൻ്റെ ഓരോ ഐതിഹ്യങ്ങളിലും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളിലും ശിർക്ക്പരമായ അവിശ്വാസപരമായ സംഗതികളുണ്ട്. 100% ഉറപ്പാണത്. അത്തപ്പൂക്കളം പോലും ഇപ്പോൾ വീടിൻ്റെ മുന്നിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അത്തപ്പൂക്കൾ ഇടുമ്പോൾ അതിൻ്റെ മുന്നിൽ വെക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ നടുവിൽ വെക്കുന്നത് തൃക്കാക്കര അപ്പനെയാണ്. തൃക്കാക്കര അപ്പൻ എന്ന് വെച്ചാൽ നമുക്കറിയുന്ന നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ്. ആ ക്ഷേത്രപ്രതിഷ്ഠ ആ അത്തക്കളത്തിൻ്റെ നടുവിൽ വെച്ചുകൊണ്ട്, അഥവാ നിങ്ങൾക്ക് തൃക്കാക്കരയിലേക്ക് വന്ന അപ്പനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് അത്തക്കളം ഇട്ടിട്ട് നിങ്ങൾക്ക് എന്തെടുക്കാം, അത് ആഘോഷിക്കാം എന്ന് പറയുന്ന അത്തക്കളം പോലും നമ്മുടെ മുസ്ലിം സൊസൈറ്റിയിൽ ഉള്ള ആളുകൾ വളരെ ലാഘവത്തോടെ അവരുടെ കമ്പനിയിൽ അതുപോലെ അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒക്കെ ഇടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മറിഞ്ഞു പോയിരിക്കുകയാണ്. ഇവിടെയാണ് ഈ ഓണാഘോഷത്തെ എതിർത്താൽ അല്ലെങ്കിൽ അത് ഒരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഉടൻ തന്നെ ചാടിയിറങ്ങി വർഗീയ ചീട്ടിറക്കി ഏതെങ്കിലും തരത്തിൽ അവിടെ ഭിന്നിപ്പുണ്ടാക്കി അധികാരത്തിൻ്റെ ഇരിപ്പിടം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില വികലവാദികൾ, വികലജീവികൾ, രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇറങ്ങി വരുന്ന ഈ വിഷജന്തുക്കൾ അവർ ഇടപെടുന്നത് നമ്മൾ വളരെ കൃത്യമായി തിരിച്ചറിയണം. തിരിച്ചറിയുക മാത്രമല്ല, പ്രതികരിക്കുകയും വേണം. കാരണം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അവൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അവൻ ഉൾക്കൊള്ളുന്ന ആദർശം തുറന്നു പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഒരു ഉമ്മാക്കി പാർട്ടിയെയും ഭയപ്പെടേണ്ടതില്ല. അത് യുവജന സംഘടനകളാകട്ടെ മറ്റേതെങ്കിലും സംഘടനകളാകട്ടെ, ആ സംഘടനകളെ ഭയപ്പെട്ടുകൊണ്ട് ശിർക്കിൻ്റെ മുന്നിൽ തലകുനിച്ചു കൊടുക്കേണ്ട ഗതികേട് ഒരു മുസ്ലിമിനും ഇല്ല എന്നുള്ള അത് അന്തസ്സായി പ്രഖ്യാപിക്കാൻ കഴിയണം. അതിന് 1000 ജയിലല്ല, നേരെ മറിച്ച് കൊലക്കയർ വീണാൽ പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുന്നിൽ തലകുനിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല അതൊരിക്കലും നമ്മുടെ നാട്ടിലെ മതേതരത്വമല്ല. നമ്മൾ പറയുന്ന സെക്യുലറിസം എന്ന് പറഞ്ഞാൽ, മതേതരത്വം എന്ന് പറഞ്ഞാൽ അവൻ്റെ മതം ഞാൻ സ്വീകരിക്കുകയും എൻ്റെ മതം അവൻ സ്വീകരിക്കുകയും ചെയ്യുന്നതല്ല. നേരെ മറിച്ച് മതനിരപേക്ഷതയാണ്. വെസ്റ്റേൺ കൺസെപ്റ്റിലുള്ള സെക്യുലറിസം അല്ല നമ്മുടെ സെക്യുലറിസം. അവനവൻ്റെ ആദർശം സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും അത് പരസ്യമായി പ്രഖ്യാപിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട രാജ്യമാണത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഹൈന്ദവ ആചാരം സ്വീകരിക്കുമ്പോഴല്ല ഇന്ത്യൻ മതേതരത്വം പുലരുന്നത്, പൂത്തുലയുന്നത്. അങ്ങനെയില്ല. നേരെ തിരിച്ചൊന്ന് ചിന്തിക്കുക. നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു, ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നു. നമ്മുടെ നാട്ടിൽ കുറച്ച് ബ്രാഹ്മണ സുഹൃത്തുക്കളുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പറയുകയാണ് നമ്മൾ ഉണ്ടാക്കുന്ന മട്ടനും അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫും ഇതൊക്കെ ഈ ബ്രാഹ്മണന്മാർ കഴിക്കണം, കഴിച്ചില്ലെങ്കിൽ അവർ വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും ഒരു ബ്രാഹ്മണ സുഹൃത്ത് രംഗത്ത് വന്നിട്ട് പറയാണ്, അവരോട് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ, അവരുടെ മട്ടൻ ബിരിയാണി നിങ്ങൾ തിന്നില്ലെങ്കിൽ, ബീഫ് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ 100 പെരുന്നാൾ ആഘോഷ പരിപാടികൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുമെന്നൊരു ബ്രാഹ്മണ സഹോദരൻ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാണോ മതേതരത്വം? അതാണോ സൗഹാർദ്ദം? അതാണോ ഇന്ത്യൻ ഭരണഘടന നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം? അല്ലല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു ബ്രാഹ്മണ സഹോദരൻ ഉണ്ടെങ്കിൽ അവൻ്റെ വിശ്വാസവും ആചരിക്കാൻ അവകാശമുണ്ട്. എൻ്റെ പെരുന്നാൾ എനിക്ക് ആഘോഷിക്കാൻ അവകാശമുണ്ട്. എൻ്റെ പെരുന്നാളിന് എൻ്റെ ബിരിയാണിയും അതുപോലെ എൻ്റെ മാംസവും അവൻ്റെ വിശ്വാസത്തെ ത്യജിച്ച് ആ ബ്രാഹ്മണൻ കഴിക്കണമെന്ന് വാശി പിടിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ അറിയാത്തവൻ ഈ വികൃതം പേറുന്നവനാണ്.